വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. ലോകത്തിൻ്റെ പാപം ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആണ് യേശുക്രിസ്തു. അവിടുന്ന് ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുമ്പോൾ അവർക്ക് നൽകിയ വാഗ്ദത്തമാണ് അവരോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് തൻ്റെ ആത്മാവെന്ന കാര്യസ്ഥനെ അയക്കും എന്നത്. യേശു മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്ത അനന്തരം തൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അവർക്ക് നൽകി. ഭൂമിയെമ്പാടും പാർക്കുന്ന എല്ലാ ശിഷ്യന്മാരോട് കൂടെയും ഇന്നും ഈ ദൈവാത്മാവുണ്ട്. അവിടുന്ന് ഓരോരുത്തരോടും കൂടെ എപ്പോഴും ഇരിക്കുവാൻ തക്കവണ്ണം സർവ്വവ്യാപിയാണ്. 7 എന്നത് പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ അനുഭവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. 7 കണ്ണ് എന്നത് അവിടുന്ന് സകലതും കാണുന്നു എന്നത് വ്യക്തമാക്കുന്നു. നമ്മുടെ ചിന്തകൾ പോലും ദൈവാത്മാവ് കാണുന്നു. ദൈവാത്മാവിൻ്റെ കണ്ണുകളെ മറച്ച് നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നമ്മെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സകലതും സർവ്വപ്രപഞ്ചവും ദൈവാത്മാവിൻ്റെ കണ്ണുകൾക്ക് വ്യക്തമാണ്. നമുക്കെന്ത് സംഭവിക്കുന്നെന്നും എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും വ്യക്തമായി അറിയുന്ന പരിശുദ്ധാത്മാവാണ് നമ്മിൽ വസിക്കുന്നത്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുകയും നമ്മെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും വഴികാട്ടുകയും ശക്തരാക്കുകയും നിത്യതയ്ക്കായി ഒരുക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനുദിനം കുഞ്ഞാടിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ഫലപൂർണ്ണ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വീണ്ടും വരവിനെ കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു.